പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം സിയാമാണ് കൂടുതലും. അതിൽ ഉഹില്ല ലക്കും ലൈലത്തെ സിയാമി എന്ന് പറയുന്ന തുടങ്ങുന്ന വചനത്തിലെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മളിപ്പോ വിശദീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്രി എന്നുള്ളതാണ്. അതിന്റെ സബബുൻ നുസൂലൊക്കെ നമ്മൾ വിശദീകരിച്ചു. ആദ്യം ഖൈത്തുൽ അബീദി മിനൽ ഖൈത്തുൽ അസ്വദി എന്നേ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ പ്രവാചകന്റെ അനുചരന്മാര് വെള്ളനൂലും കറുത്ത നൂലും കിടന്നുറങ്ങുമ്പോ തലയ്ക്ക് താഴെ വെക്കുകയും അതിന് സമയമായോ എന്ന് അതെടുത്തു നോക്കുകയും ചെയ്തിരുന്ന ഒരു പ്രയാസകരമായ അവസ്ഥ ഉണ്ടായപ്പോ മിനൽ ഫജ്രി എന്നുള്ള ഭാഗം കൂടി അവതരിപ്പിച്ച് നിങ്ങൾ പറയുന്ന വെളുത്ത നൂലും കറുത്ത നൂലും അല്ല, പ്രഭാതത്തിന്റെ വെളുത്ത നൂലും കറുത്ത നൂലുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മിനൽ ഫജ്രി കൂടി അവതരിപ്പിച്ച് ആ പ്രശ്നം പരിഹരിച്ചു എന്നൊക്കെയാണ് അതുകൊണ്ട് വിശദമാക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയണ്ടായി. എന്നാൽ സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? ഹൈത്ത്, ഹിയാത്ത്, ഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ട. ഇനി അങ്ങോട്ട് പോകുന്നില്ല. പോയാൽ അവിടെ ഇനിയും കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ നിൽക്കേണ്ടി വരും. പിന്നെ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച വിഷയം സംസാരിക്കാൻ സാധിക്കില്ല. ഇന്ന് വലാ തുബാശിറുഹുന്ന വ അന്തും ആക്കിഫൂന ഫിൽ മസാജിദി എന്ന് പറയുന്ന ആ ഭാഗമാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചിലപ്പോ മസ്ജിദ് എന്ന ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞാൽ സമയമില്ലെങ്കിൽ ആ ഭാഗം അടുത്ത ക്ലാസ്സിലെ വിശദീകരിക്കുള്ളൂ. കാരണം മസ്ജിദ് അല്പമെങ്കിലും പറയാതെ ആ ഭാഗം വിശദീകരിക്കാൻ കഴിയില്ല. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ പരമാവധി നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇനി ഞാൻ നമ്മുടെ ഈ വലാ തുബാശിറുഹുന്ന വ അന്തും ആക്കിഫൂന ഫിൽ മസാജിദി എന്ന് പറയുന്ന ആ ഭാഗം വിശദീകരിക്കാൻ വിശദീകരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു മസ്ജിദ് ഒന്ന് അല്പം വിശദീകരിക്കേണ്ടതുണ്ട് എന്ന്. പള്ളികളിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കുമ്പോൾ സ്ത്രീകളുമായി നിങ്ങൾ സംയോഗത്തിൽ ഏർപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ചു, എവിടെയോ മുമ്പ് ഒരു ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് തന്നെ പറ്റാത്ത ഒരു സംഗതി പിന്നെന്തിനാണ് എഴുത്തിക്കാഫിൽ ഇരിക്കുമ്പോൾ ചെയ്യരുത് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചോദിച്ചതാണ്. പള്ളിയിൽ നിന്ന് തന്നെ പറ്റൂല. അതുപോലെ തന്നെ ഹജ്ജില് റഫസും ഫുസൂക്കും ജിദാലും പാടില്ല എന്ന് പറഞ്ഞാല് ഉംറയിൽ അത് പാടുണ്ടോ എന്നുള്ള ചോദ്യം വരും. ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ച് നിങ്ങൾ സ്ത്രീകളുമായി റഫസ് ചെയ്യരുത് എന്ന് പറയുമ്പോ ഹജ്ജിലും ഇല്ല, ഉംറയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിരവധി അനവധി, ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ മുമ്പൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകള് ഞാൻ എടുത്തിരുന്ന കാലഘട്ടത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ 100,000 ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിരുന്നതാണ് ഞാൻ. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ച് വിശദീകരിച്ച് പോവുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ മസ്ജിദ് എന്ന് പറയുന്നതൊന്ന് അല്പം ഞാനൊന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒന്ന് വിശദീകരിക്കട്ടെ. മസ്ജിദ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോഴുള്ള കല്ല്, സിമന്റ്, അതുപോലെ തന്നെ മെറ്റല്, കമ്പി ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പദാർത്ഥ തലത്തിലുള്ള പള്ളിയെ നമ്മൾ നിഷേധിക്കുന്നില്ല. അവിടെ നമ്മൾ തല നിലത്ത് കുത്തുന്നതിനെ സുജൂദ് എന്നും, അങ്ങനെ അത് നിലത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിലത്ത് കുത്താൻ ഉപയോഗിക്കുന്ന ആ ഇടത്തെ മസ്ജിദ് എന്നുമാണ് അതിന്റെ ബാഹ്യാർത്ഥത്തിൽ പറയുന്നത്. ബാഹ്യമായ അർത്ഥത്തിൽ അത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ്
ഇപ്പൊ വിശ്വസിച്ചു വരുന്നത്. അതിനെയാണ് ഇപ്പൊ മുസ്ലിം ലോകം മസ്ജിദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, ജുഇലത്തിൽ അർളു ലി കുല്ലുഹ മസ്ജിദ, എനിക്ക് ഭൂമി മുഴുവൻ മസ്ജിദ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഒന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒന്ന് പിന്നെ ആ ഹദീസ് ഒന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതിനും നമ്മൾ വിശദീകരിച്ചത് പള്ളിയില് ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാന്നില്ല ആ തലത്തിലേക്ക് അതിനെ വിശദീകരിച്ച് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ നമ്മള് അതിന്റെ മസ്ജിദ് എന്നുള്ളതിന്റെ ആധ്യാത്മികമായ, അതിന്റെ ആന്തരികമായ, അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മസ്ജിദ് എന്ന് പറഞ്ഞാല് വിജ്ഞാനത്തിന്റെ ഏതേത് കേന്ദ്രങ്ങളുണ്ട്, ഇപ്പൊ ഗവേഷണ കേന്ദ്രങ്ങള്, വൈജ്ഞാനികമായ കേന്ദ്രങ്ങള്, പരീക്ഷണ ഗവേഷണശാലകള്, ഇങ്ങനെ മനുഷ്യർക്ക് പ്രയോജനപ്രദമായ ഏതേത് ഇടങ്ങളുണ്ടോ അതൊക്കെ മസ്ജിദാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മസ്ജിദ് എന്നുള്ളതിന്റെ ബാഹ്യമായ അർത്ഥം എന്ന് പറയുന്നത്, സുജൂദ് എന്ന് പറയുന്നതിന്റെ ബാഹ്യമായ അർത്ഥം നിലത്ത് തലകുത്തലും, നെറ്റി അടക്കം 8 അവയവങ്ങളോട് ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അത്തി അളും എന്ന് പറയില്ല, 7 അളുമ് എല്ലുകളിലായിട്ടാണ് എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത് എന്നാണ്. അതിൻ്റെയൊക്കെ ആന്തരികമായ ഒരു അർത്ഥതലുണ്ട്, അവിടേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അതിന്റെ ബാഹ്യാർത്ഥം സുജൂദ് എന്നുള്ളതിന് ഇപ്പൊ പറയുന്നത് ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അത്തി അളുമിൻ, 7 എല്ലുകളിൽ സുജൂദ് ചെയ്യാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അത് നെറ്റി, കയ്യ്, അങ്ങനെയൊക്കെ പോകണ്ടേ. എല്ലുകളെണ്ണോ എണ്ണി നോക്കിയാൽ 7 അല്ല, ഒരുപാട് എല്ലുകളുണ്ട്. നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മതി. നിലത്ത് സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ കുത്തുന്ന എല്ലുകളുടെ എണ്ണ എടുത്ത് നോക്കിയാൽ അത് ശരിയല്ല. അവിടെ അളുമ് എന്നുള്ളതിന് മറ്റൊരു അർത്ഥത്തിൽ തലമാണ്, അവിടേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പോ അതാണ് അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ, അതാണ് സുജൂദ്, അതിന്റെ ഇടമാണ്, അതിന്റെ മക്കാനാണ് എന്ത്, മസ്ജിദ്. എന്നാൽ നമ്മള് അള്ളാഹുവിന്റെ വിജ്ഞാനത്തിന് കീഴൊതുങ്ങലും അതിന് സമർപ്പിക്കലുമാണ് ആന്തരികമായ അർത്ഥത്തിൽ സുജൂദ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഹ്യാർത്ഥത്തിൽ 8 എല്ലുകളിലായിട്ട് നിലത്ത് നമ്മുടെ 8 എല്ലുകൾ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നതിനെയാണ് സുജൂദ് എന്ന് പറയുന്നത്. അതിന്റെ ഇടമാണ് മസ്ജിദ്. എന്നാൽ അതിന്റെ ആന്തരികമായ, അതിന്റെ വൈജ്ഞാനികമായ തലത്തിലെടുക്കുമ്പോൾ എന്താണ്, അള്ളാഹുവിന്റെ ജ്ഞാനങ്ങൾക്ക് നമ്മൾ സമർപ്പിക്കലാണ്, കീഴ്പ്പെടലാണ്, കീഴൊതുങ്ങലാണ്, സർവവും അവന്റെ മുമ്പിൽ സമർപ്പിക്കലാണ് സുജൂദ്. അവന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ സമർപ്പണം, അതാണ് നമ്മുടെ സുജൂദ്, കീഴ്പ്പെടല്, കീഴൊതുങ്ങൽ. അതാണ് വലില്ലാഹി യസ്ജുദു മൻ ഫിസ്സമാവാതി വമാ ഫിൽ അർളി എന്നൊക്കെ പറയുന്നത് അതാണ്. എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെടുന്നുണ്ടെന്നാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ എന്നൊക്കെ പറയുന്നത് അതാണ്. അവിടേക്ക് സുജൂദിലേക്ക് വേറെ വരാം. അത് തന്നെ 3-4 ക്ലാസ്സുകൾ വേറെ എടുക്കണം. അപ്പൊ നമ്മൾ മസ്ജിദിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ സമർപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ജ്ഞാനങ്ങളുടെ, അറിവുകളുടെ ഇടങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ഇടങ്ങളെയാണ് മസ്ജിദ് എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാവും. മസ്ജിദുൽ ദിറാർ ഉണ്ട്, മസ്ജിദുൽ ഹറമുണ്ട്, മസ്ജിദുൽ അഖ്സയുണ്ട്. ഇങ്ങനെയാണ് മസ്ജിദിന്റെ മേഖലകൾ കടന്നു പോകുന്നത്. മസ്ജിദുൽ ദിറാർ നമ്മെ അന്ധതയിലേക്ക് നയിക്കുന്ന, അജ്ഞതയിലേക്ക്, ദുറിലേക്ക് നയിക്കുന്ന അറിവിന്റെ മസ്ജിദ് തഖ്വ, അത് മസ്ജിദുൽ ഹറം, മസ്ജിദ് തഖ്വ, മസ്ജിദുൽ അഖ്സ എന്നൊക്കെ പറയുന്ന അഖ്സയിലേക്ക് എത്തുന്ന നമ്മള് ലാഹിറിൽ നിന്ന് ബാത്തിലേക്ക്, അവലിൽ നിന്ന് ആഖിറിലേക്ക് എത്തിക്കലാണ് അതൊക്കെ. ഹറമിൽ നിന്ന് അഖ്സയിലേക്ക്, ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് എന്ന് പറഞ്ഞാൽ ലാഹിറിൽ നിന്ന് ബാത്തിനിലേക്കാണ്, അവലിൽ നിന്ന് ആഖിറിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പോ ഇങ്ങനെയാണ് മസ്ജിദ് എന്നുള്ളതിന്റെ വൈജ്ഞാനികമായ തലമാണ് ഞാനിപ്പോ വിശദീകരിച്ചത്. അതായത് മക്കാനുൽ മഅലൂമാത്ത് എന്നർത്ഥം. അറിവിന്റെ, മഅരിഫത്തിന്റെ ഇടങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയാണ് അവന്റെ മസ്ജിദ് എന്ന് പറയുന്നത്.
നമ്മള് ഒരു ഗവേഷണശാല, ഒരു യൂണിവേഴ്സിറ്റി, ഒരു മസ്ജിദാകാം. അതുപോലെ തന്നെ ഗവേഷണ, നിരീക്ഷണ, പഠന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് ലോകത്ത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിറയെ ജ്ഞാനങ്ങളുടെ കേന്ദ്രങ്ങളാണ്. ഭൂമിയിൽ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിന്റെ ജ്ഞാനങ്ങളാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഇതൊക്കെ മസ്ജിദായിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതൊക്കെയാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ആയത്തൊന്ന് രണ്ടെണ്ണം ഓതാം. മുഴുവൻ മസ്ജിദ് വിശദീകരിക്കാൻ ഒരു 4-5 ക്ലാസ് വേണ്ടി വരും. എല്ലാ മസ്ജിദ് വന്ന ആയത്തുകളും വിശദീകരിക്കും. ഒരായത്ത് ഞാനൊന്ന് വിശദീകരിക്കാം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നൊരായത്ത്. യാ ബനി ആദം എന്ന് പറഞ്ഞിട്ടാണ് ആ വചനം തുടങ്ങുന്നത്. ബനി ആദമിനോട്, എല്ലാ ബനി ആദമിനും പള്ളി കയറി നിസ്കരിക്കാൻ പറ്റും. അപ്പൊ തന്നെ യാ ബനി ആദം എന്ന് പറയുമ്പോ തന്നെ അത് പൊതുവായ ഒരു കൽപ്പനയാണ് എന്നുള്ളത് സഹോദരങ്ങൾ ചിന്തിക്കണം. അവിടെ ഇന്ത്യക്കാരനെന്നോ പാകിസ്ഥാൻകാരനെന്നോ ചൈനക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ, ഇനിയിപ്പോ ഞാൻ പ്രദേശം ഓരോന്നും എടുത്തു പറയുന്നില്ല, ഏത് രാജ്യക്കാരനായാലും അവിടുത്തെ മനുഷ്യരെല്ലാം യാ ബനി ആദമിൽ പെടും. കൃത്യമായി നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. അപ്പൊ യാ ബനി ആദം, പിന്നെ യായുഹല്ലദീന ആമനു എന്ന് പറയണെങ്കിലും അല്ലെങ്കിൽ അയ്യുഹൽ മുസ്ലിമു എന്ന് പറയണെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിങ്ങളാണ് മസ്ജിദിലേക്ക് പോകുക എന്നുള്ളത്. ഇത് യാ ബനി ആദം എന്ന് പറയുമ്പോ തന്നെ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, ആ കൽപ്പന ആരോടാണ് എന്നുള്ളത്. മനുഷ്യരായ എല്ലാ ആളുകളോടുമാണ് പറയുന്നത്. യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ പള്ളിയുടെ അടുത്തെത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുക്കണം. അത് ഇപ്പൊ നമ്മൾ പറയുന്ന മസ്ജിദായിട്ടൊന്ന് പരിഗണിച്ചിട്ട് നിങ്ങൾ ആയത്തൊന്ന് വിശദീകരിക്കുക, എങ്ങനെയാണ് സാധിക്കുക. പിന്നെ അതിനങ്ങോട്ട് വിശദീകരിച്ച് യാ ബനി ആദ്യം എന്ന് പറഞ്ഞാൽ എല്ലാരും പെടില്ല, മുസ്ലിങ്ങളെ പെടുള്ളൂ, മുഅ്മിനീങ്ങളെ പെടുള്ളൂ. ഇൻദ കുല്ലി മസ്ജിദ് എന്ന് പറഞ്ഞാൽ എല്ലാ മസ്ജിദിന്റെ അടുത്തൊന്നും വേണ്ട. നമ്മൾ ഏതെങ്കിലും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ അത് ഇൻദ കുല്ലി മസ്ജിദ് എന്നില്ലെങ്കിൽ അവിടെ മസ്ജിദ് എന്നില്ലെങ്കിൽ പ്രാർത്ഥനാ സമയം എന്നാക്കി മാറ്റാണ്. എല്ലാ പ്രാർത്ഥനാ വേളകളും നാക്കി മാറ്റി അതിന്റെ അർത്ഥം. കാരണം മസ്ജിദ് അവിടെ വെച്ചാൽ ശരിയാവില്ല. കാരണം എല്ലാ പള്ളികളിലും ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണ് പുറപ്പെടുകയാണ്, ഒരു 100 കിലോമീറ്റർ ഇപ്പൊ കേരളത്തിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യണം. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇന്ത കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളിയുടെ അടുത്തെത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ മുഴുവൻ എടുക്കണം. എങ്ങനെയാണ് നടക്കുക? അതായത് നമ്മള് ഡ്രസ്സിന്റെ അലങ്കാരമാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. പാരമ്പര്യമായിട്ട് അതിനുദ്ദേശിച്ചത് എല്ലാ പ്രാർത്ഥനാ വേളയിലും നിങ്ങൾ നല്ല ഡ്രസ്സ്, വൃത്തിയുള്ള വെടുപ്പുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അണിഞ്ഞിട്ട് വേണം പ്രാർത്ഥനയ്ക്ക് പോകാൻ എന്നുള്ളതാണ് അതിനെ പരിമിതമായി അതിനെ സങ്കുചിതമായി വിശദീകരിക്കാറുള്ളത്. കാരണം അവിടെ മസ്ജിദിനെ ഇന്ത കൊല്ലി ഇബാദത്തിന്നോ അല്ലെങ്കിൽ ഇന്ത കൊല്ലി സലാത്തിന്നോ ഒക്കെ ആക്കി മാറ്റേണ്ടതുണ്ട്. ഇന്ത കൊല്ലി മസ്ജിദിന് അള്ളാഹുവിന് ദീൻ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അവിടെ. ഇതിന്റെ അർത്ഥം മാറ്റിയപ്പോ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ നോക്കൂ, ഏത് വിജ്ഞാനത്തിന്റെ ഏത് മേഖലയിൽ എത്തിയാലും നിങ്ങളുടെ അഖില് ബുദ്ധിയാവുന്ന, അതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സീനത്ത് എന്ന് പറയുന്നത് അവന്റെ ബുദ്ധിയാണ്, അവന്റെ ചിന്തയാണ്, അവന്റെ അലങ്കാരം, അവന്റെ ഭംഗി എന്ന് പറയുന്നത്. ആ ചിന്തയും ബുദ്ധിയും ആണ് അവന്റെ വൈജ്ഞാനിക മേഖലയുമാണ് അവന്റെ. അതാണ് മസ്ജിദുൽ അഖിലാണ് അവന്റെ ഏറ്റവും വലിയത്. അതിനെയാണ് അവന് ഏതേത് വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് അവന് പ്രവേശിക്കുമ്പോഴും അതിനെയാണ് അവൻ എടുക്കേണ്ടത് അവന്റെ കൂടെ. ആ ബുദ്ധിപരമായി കാര്യങ്ങളെ കാണുകയും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത് അവന്റെ ആവശ്യമാണത്. എന്നിട്ട് എടുത്തിട്ട് കുലു വശറബു, നമ്മൾ ഈ പറയുന്നത് കുലു വശറബു വിജ്ഞാനത്തിന്റെ വൈജ്ഞാനികമായ തീറ്റയും കൂടിയാണ് അവിടെ. വലാത്തു സിരിഫ് എന്ന് പറഞ്ഞാൽ ഇസ്രാഫ്, മുസിരിഫ് ആരാന്നുള്ള വേറൊരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അത് 2 ആഴ്ച മുമ്പ് ഒരു സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ടാണ്, ഖുർആനിലെ മുസിരിഫ് ആരാണ്? കാശ്
ദുർവ്യയം ചെയ്യുന്നവനാണോ എന്നുള്ളത്. കാശ് കുറച്ചധികം ചെലവാക്കിയിട്ട് നല്ല നല്ല ആർഭാടത്തോടു കൂടിയുള്ള ഡ്രസ്സുകളാണ്, ഈ ആർഭാടമുള്ള ഒരു വീട് കെട്ടുക, നല്ലൊരു കാറ് വാങ്ങുക, ഇതൊക്കെയാണോ മുസ്രിഫ് എന്നുള്ളത്? ഖുർആനിലെ മുസ്രിഫ് ആരാന്നുള്ളത് നമുക്ക് പിന്നെ വിശദീകരിക്കും. അപ്പൊ ഈ മസ്ജിദിൽ എന്താ തീറ്റയും കുടിയും? എന്റെ സഹോദരങ്ങള് ചിന്തിക്കുക, മസ്ജിദിൽ എന്താണ്? മസ്ജിദിലും താമും ഷറാബും തമ്മിൽ എന്താ? പള്ളിയിൽ എന്ത് താമും ഷറാബുമാണ്? എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം, നല്ലവണ്ണം ചിന്തിക്കണം. അപ്പോൾ നേരെ മറിച്ച് അവിടുത്തെ അക്കലും ഷുർബും എന്ന് പറയുന്നത് ഈ അക്കലുൽ മാരിഫത്താണ്, ജ്ഞാനത്തെയാണ് അവന് പിന്നെ അല്പാൽപമായി അവന്റെ ഉള്ളിലേക്ക് എടുക്കുകയും പിന്നെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത്. അതാണ് കുലു വശറബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്ന് പറയുന്നത്. അതാണ്. ഇപ്പൊ നമ്മൾ മുസ്രിഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്, നമ്മൾ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിലും മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല കുറച്ച് ആർഭാടമായി കുറച്ചൊക്കെ നല്ല കുറച്ച് ലക്ഷങ്ങൾ വിലയുള്ള ഒരു കാറ് വാങ്ങുക, നല്ല ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരു വീട് കെട്ടുക, ഇതൊക്കെയാണ് മുസ്രിഫായിട്ട് നമ്മളിപ്പോ കണ്ടിരുന്നത്. അതല്ലാതെ അതിനും മറ്റൊരു തലമുണ്ട് ഇസ്രാഫ് എന്നുള്ളതിന്. അതും കൂടി കൂട്ടി വായിച്ചാൽ ആ ആയത്ത് പൂർണ്ണമായിട്ടും എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ നോക്കി, യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. അതാണ് എല്ലാ മസ്ജിദിന്റെ അടുത്തും. വലൈസ, അതായത് അങ്ങോട്ട് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എന്നല്ല, എന്താന്നാണ് ആ തലത്തിൽ നിന്നാണ്. നിങ്ങള് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ അലങ്കാരങ്ങളും എടുക്കണം എന്നല്ല. ഇങ്ങോട്ട് പിന്നെ എന്താണ്? അലങ്കാരങ്ങൾ എടുത്ത ശേഷം പിന്നെ എന്താ പറയുന്നത്? കുലു വശറബു. പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെയാണ് ഭക്ഷണം. അപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്ത് ഭക്ഷണ പാനീയങ്ങളാണ് അവിടെ ഉള്ളത്? നോമ്പ് കാലത്തൊക്കെ കുറച്ചുണ്ടാകലുണ്ട് എന്നല്ലാതെ. അപ്പൊ ഇത് അങ്ങനെ. ഇപ്പൊ വേറൊരു സൂറത്ത് കഹ്ഫിലാണെന്നാണ് എന്റെ ഓർമ്മ. ഖാലല്ലദീന വലബു അല അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറയുന്നുണ്ട്. എന്താണ്? അവരുടെ പേരിൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കാന്നാണോ പറഞ്ഞത്? അവരുടെ പേരിൽ നമുക്കൊരു കെട്ടിട്ടുണ്ടാക്കാന്നാണോ പറഞ്ഞത്? നമ്മുടെ ചിന്താപരമായ ഒരു എടുപ്പാളിലെ അവിടെ അവര് നിർമ്മിക്കുന്നത്. വൈജ്ഞാനികമായ ചിന്താപരമായ ഒരു വിജ്ഞാനത്തിന്റെ മേഖലയാണ് അവിടെ കെട്ടിപ്പടുക്കേണ്ടത്. ഇവന്റെ ഇവന്റെ ബുദ്ധിയെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തിഹാദ് ചെയ്തുകൊണ്ട് അവിടെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഒരു മേഖലയാണ് അവരിലൂടെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. അത് ആ സംഭവം മുഴുവൻ വിശദീകരിക്കുമ്പോഴേ ആയത്ത് പൂർണ്ണമായിട്ട് കഴിയുള്ളൂ. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ വിഷയം മുഴുവൻ വിശദീകരിക്കുമ്പോഴേ അവരിലൂടെ നമുക്ക് ഒരു വിജ്ഞാനത്തിന്റെ മേഖലയാണ് ഇവിടെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. ചിന്തയുടെയും പഠനത്തിന്റെയും ഒരു മേഖലയാണ് നമ്മൾ ഇവിടെ പടുത്തുയർത്തേണ്ടത് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരിപ്പോ നമ്മൾ സൂറത്ത് അറാഫിൽ നമുക്ക് പറയാൻ വേറൊരു വഖീമു വുജൂഹക്കും ഇൻദ കുൽ അമറ റബ്ബി ബിൽ ഖിസ്തി വഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്നൊരു ആയത്തുണ്ട് സൂറത്ത് അറാഫിൽ. കുൽ അമറ റബ്ബി ബിൽ ഖിസ്തി ആയത്ത് അവിടെ വിശദീകരിക്കുന്നില്ല ഞാൻ. വഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുമ്പോൾ ഏത് പള്ളി കാണുമ്പോഴും നിങ്ങളുടെ മുഖങ്ങൾ അങ്ങോട്ട് തിരിക്കുമെന്ന് നേരെയാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? എന്റെ സഹോദരങ്ങളൊന്ന് പറഞ്ഞു തരിക എനിക്ക്. നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യാത്ര പോവുകയാണ്. എന്ത കുല്ലി മസ്ജിദിന്റെ അവിടെ എത്തുമ്പോഴും നമ്മുടെ പിന്നെ വജഹ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ മുഖം എന്നാണല്ലോ പറയണത്. അപ്പൊ നമ്മുടെ ബാഹ്യമായ ഈ മുഖം, എല്ലാ ആൾക്കാരും ആ മുഖം, ഇപ്പൊ ചില നമ്മുടെ മറ്റേ സഹോദര സമൂഹങ്ങളൊക്കെ കാണുമ്പോ പിന്നെ അവര് ബസ്സിലും മറ്റൊക്കെ പോകുമ്പോ പിന്നെ അവരുടെ ആരാധനാലയങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആരാധനാലയങ്ങൾ കാണുമ്പോ അവിടേക്ക് തിരിഞ്ഞിട്ട് പിന്നെ ഭാവപ്രകടനങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ കാണിക്കാനാണോ പറയുന്നത്? അതാണ് വഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുന്നത്. എന്താണ്?
എല്ലാ ഈ കുല്ലാണ്. എല്ലാ മസ്ജിദിന്റെ അടുത്തെത്തുമ്പോഴും നിങ്ങളുടെ മുഖങ്ങളൊന്ന് അങ്ങോട്ട് നേരെയാക്കി തിരിക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അപ്പോൾ നമ്മുടെ വിജ്ഞാനത്തിന്റെ മേഖലകൾ കെട്ടിപ്പടുക്കുമ്പോ നമ്മുടെ തവജുഹാത്താണ്, നമ്മുടെ വീക്ഷണങ്ങളും ചിന്താഗതികളും തഖീം മൂല്യവത്തായതും ശരിയായതുമാക്കി തീർക്കണം എന്നല്ലേ? അതല്ലേ? എത്ര കൃത്യമാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്, എങ്ങനെയാണ് നമ്മൾ മടങ്ങുന്നത് എന്നൊക്കെ അതിന്റെ ഓരോന്നും. ഈ ആയത്തെ അവസാനിക്കുന്നതിന് കമാ ബദഅക്കും തഊദു എന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടേക്ക് തന്നെ നിങ്ങൾ മടക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അവിടെ. ആ ആയത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഒരു വൃത്തം വരയ്ക്കുമ്പോൾ തുടങ്ങിയടുത്തുനിന്ന് തന്നെയാണ് അത് അവിടെ വന്ന് അവസാനിക്കുക. പിന്നെ അവസാനിച്ച ശേഷം അതിന്റെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. ഒരു വൃത്തം വരച്ചു തുടങ്ങിയാൽ ആ ദായിറത്ത്, ആ വൃത്തം നമ്മൾ വരച്ചു തുടങ്ങിക്കഴിഞ്ഞ് നമ്മളത് അവസാനിപ്പിച്ച് ആ വൃത്തം പൂർത്തിയായി കഴിഞ്ഞാൽ ആ വൃത്തം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ അതൊരു പോയിന്റാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് പിന്നീട് ഞാനൊരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് സഹായകമായ ഒരു കാര്യമായിട്ട് അവിടെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടായിരിക്കണം. അപ്പോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു വാക്കാണത്. കമാ ബദഅക്കും തഊദൂൻ. എവിടെ നിന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടും. അപ്പോ അഖീമു എന്ന് പറഞ്ഞാൽ തഖീമാണ് ചെയ്യേണ്ടത്. ഇഖാമത്താണ്, ശരിയാക്കുകയാണ്. മൂല്യവത്താക്കുകയും ശരിയാക്കി തീർക്കുകയും കയ്യുമാക്കി തീർക്കുകയും ചെയ്യാണ് വേണ്ടത്. എന്തിന്? വുജൂഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യമായ ഈ മുഖത്തെ അല്ല, മറിച്ച് നമ്മുടെ തവജുഹാത്തിനെയാണ്, നമ്മുടെ വീക്ഷണങ്ങളെയാണ്, ചിന്താഗതികളാണ് നേരെയാക്കി ശരിയാക്കി മൂല്യമുള്ളതാക്കി മാറ്റേണ്ടത്. കൃത്യമാണ് കാര്യങ്ങൾ. അങ്ങനെ എല്ലാ മസ്ജിദ് ഞാനൊരു 5-6 എൻ്റെ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. മസ്ജിദ് എന്നതിന്റെ പേരിൽ ഒരു 4-5 ഒരു വലിയ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കാസറ്റ് ഉണ്ടായിരുന്നു, മുമ്പ് ഞാൻ ഇറക്കിയതായിരുന്നു. മസ്ജിദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെ ഒരു കോപ്പി പോലും എൻ്റെ കയ്യിലില്ല. ആകെ 1000 കോപ്പിയാണ് അടിച്ചിരുന്നത്. അത് പല ആളുകളും പല ഭാഗങ്ങളിലായിട്ട് വിറ്റഴിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് ഇപ്പോ എവിടെയാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതാണ് മസ്ജിദ് എന്ന് പറയുന്നത്. അതാണ് അതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മാത്രം മസ്ജിദ് വന്ന ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് ഒരു 4-5 ക്ലാസ്സുകളെങ്കിലും എടുത്താൽ ഇത് നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിനു മുമ്പ് ഒരു അല്പം ഒന്ന് വിശദീകരിച്ച ശേഷം ഞാൻ വലാ തുബാശിറുഹുന്ന എന്ന വചനത്തിലേക്ക് സഹായകമായിട്ട് 1-2 വചനങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭിന്നമായി അമുറു മസാജിദ് അല്ലാഹി എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കണം. അള്ളാഹുവിന്റെ മസ്ജിദുകൾ പരിപാലിക്കുക എന്നാണോ? അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആകുക, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണോ അവിടെ അർത്ഥം? അതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എത്ര ഉന്നതമായ ആശയങ്ങളാണ് അവർ അവിടെ പറയുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അത് നമ്മൾ പിന്നെ വഴിയെ ഒരു 4-5 ക്ലാസ് എങ്കിലും മസ്ജിദ് വിശദീകരിക്കും. അപ്പോൾ അഖീമു വുജൂഹക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുന്നത് ഏതേത് വിജ്ഞാനത്തിന്റെ മേഖലകൾ, ഏത് വിജ്ഞാനത്തിന്റെ മേഖലകളിൽ മസ്ജിദുള്ളയാണല്ലോ. അന്നൽ മസാജിദ് ഇല്ലാഹിയാണ്. മസ്ജിദുകളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ ദൈവികമായ ജ്ഞാനങ്ങളുടെ ഏതേത് ഇടങ്ങളിൽ നിങ്ങൾ എത്തുമ്പോഴും നിങ്ങളുടെ തവജുഹാത്ത്, നിങ്ങളുടെ ചിന്താഗതികൾ, വീക്ഷണങ്ങൾ, അതാണല്ലോ നമ്മുടെ വജ്ഹ് എന്ന് പറയുന്നത്. അതാണ് ആ വജ്ഹ്, നമ്മുടെ ബാഹ്യമായ മുഖമല്ല, നമ്മുടെ ഫേസ്. ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ഷണങ്ങളും ചിന്താഗതികളും കാഴ്ചപ്പാടുകളും എഴുതാനുള്ള ഇടല്ലേ അത്, അല്ലാതെ നമ്മുടെ മുഖം. അതാണ് എന്താ ഈ ചെറിയ ഒരു സാഹിത്യം പോലും നമ്മുടെ സമൂഹത്തിന് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ചെറിയ, അതാണ് വജ്ഹ് പോലും നമ്മുടെ, അയാളുടെ വജ്ഹ്, അള്ളാഹുവിന്റെ വജ്ഹ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ
ബയോളജിക്കലായ മുഖം എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ സഹോദരങ്ങൾ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് വഖീമു വുജൂഹക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുമ്പോൾ നമുക്കത് എന്താക്കി, എല്ലാ പ്രാർത്ഥനാ വേളയിലും നിങ്ങൾ പടിഞ്ഞാറോട്ട് നിങ്ങളുടെ മുഖം നേരെയാക്കണം എന്നാക്കിയത്. ആ അർത്ഥത്തെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി. ഇങ്ങനെ ഇതാണ്. അപ്പോ മസ്ജിദിനെ കുറിച്ച് എൻ്റെ സഹോദരങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോ നമുക്ക് വല്ലാത്തു ബാഷിറുഹുന്ന വഅന്തും ആകിഫൂന ഫിൽ മസാജിദി എന്ന് പറയുന്ന ആ ആയത്തിന്റെ പൂർണ്ണരൂപം അപ്പോൾ വിശദീകരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സലാം.